ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും 3-4 ആഴ്ചകൾക്ക് ശേഷം നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നാം പഠിച്ചുകൊണ്ടുവരുന്ന റോമാലേഖനത്തിൽ നിന്നുള്ള ആ ചിന്ത നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിച്ച് തുടങ്ങിയത്. കഴിഞ്ഞ കുടിവരവിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നീതീകരണത്തിന്റെ ഫലം എന്താണ് എന്നാണ് നമ്മളവിടെ കാണുന്നത്, അല്ലേ? ദൈവത്തോട് സമാധാനമുണ്ട്, ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്, നമുക്ക് നശിക്കാത്ത ഒരു പ്രത്യാശയുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ കീഴിലാണ്. ദൈവം നമ്മളെ കഷ്ടതകളിലൂടെ കടത്തി ശോധന ചെയ്ത് നമ്മളെ ദൈവത്തിൻ്റെ രൂപത്തോട് അനുരൂപരാക്കുന്നു. ഇങ്ങനെയുള്ള അനേകം നമുക്ക് മാത്രം രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് ദൈവമക്കളാക്കപ്പെട്ട് നമുക്ക് മാത്രം ദൈവം നൽകുന്ന ആ പ്രത്യേക പ്രിവിലേജസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഫലത്തെക്കുറിച്ച് നാം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്നാണ് അവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ കുടിവരവിൽ ചിന്തിച്ചപ്പോൾ റോമാലേഖനത്തിലെ തന്നെ അല്പം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, മനസ്സിലാക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം 3 പദങ്ങൾ അവിടെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഏതാണ് ആ 3 പദങ്ങൾ, 3 വാക്കുകൾ എന്ന് ഓർക്കുന്നുണ്ടോ? ഏകൻ, വാഴുന്നു, എത്രയധികം. ഈ ഭാഗത്ത് ഏകനാൽ 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 എന്ന് പല പ്രാവശ്യം പലവട്ടം കാണുന്നുണ്ട്. 2 ഏകന്മാരെ കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുകയാണ്. ഒന്ന് ആദാം, രണ്ടാമത് ക്രിസ്തു. വാഴുന്നു എന്ന വാക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിവരിച്ചു, കഴിഞ്ഞ കുടിവരവിൽ വിവരിച്ചു. ആദാമും വാണിരുന്നു, ക്രിസ്തുവും വാഴുന്നു. ആദാമിൽ എത്ര, ക്രിസ്തുവിൽ എത്ര അധികം, അതും നാം ചിന്തിച്ചു. എത്ര അധികം നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. ആദാമിൽ ലഭിച്ചത് നമ്മൾ വിട്ടെങ്കിലേ ക്രിസ്തുവിലുള്ളത് എത്ര അധികമെന്ന് മനസ്സിലാക്കി അതിനായി നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ കുടിവരവിൽ ചിന്തിച്ചത്. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ 2 വ്യക്തികളെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആദാമിനെയും ക്രിസ്തുവിനെയും. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ 21 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ആദാമിൽ എനിക്കുള്ളത് ക്രിസ്തുവിൽ എനിക്കുള്ളത്. ആദാമിൽ എനിക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ എനിക്ക് ലഭിക്കുന്നത്. ഞാനിതൊന്ന് കമ്പാരിസൺ ചെയ്ത് നിങ്ങൾക്കൊന്ന് ഒരു ചിത്രം പോലെ വരച്ച് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം ആരുടെ കൂടെ എനിക്ക് പോകണം. ആദാമിൽ വേണമോ ക്രിസ്തുവിൽ വേണമോ? ഞാൻ എന്തായാലും പറഞ്ഞിരുന്നു, നിങ്ങളൊരു കോളം വരച്ചിട്ട് അതൊന്ന് എഴുതി വെച്ചാൽ എവിടെയാ തൂക്കം കൂടുതൽ അതിനോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ആ പേജിന്റെ നടുവിൽ കൂടി ഒരു വര വരച്ചിട്ട് ആദ്യത്തെ കോളത്തിൽ ആദാം എന്ന് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആദാം, ക്രിസ്തു.
ആദാമിന്റെ കോളത്തിൽ ആദ്യം കാണുന്നത്, ഞാൻ പറഞ്ഞു ആദാം വാണിരുന്നു അല്ലെ? ആദാം വാണിരുന്നു. ആദാം എന്തിന്റെ മേലാ വാണിരുന്നത്? ആദാം ഹാഡ് എ ഡൊമീനിയൻ ഓവർ ദ ഓൾ ദ ക്രിയേഷൻ. മുമ്പിലത്തെ അല്ലെങ്കിൽ പഴയ സൃഷ്ടിയുടെ മേൽ ആദാമിനെ അങ്ങനെയല്ലേ സൃഷ്ടിച്ചതിന് ശേഷം ആദാമിന് ആ സൃഷ്ടിയുടെ മേൽ വാഴാനുള്ള അധികാരം ദൈവം കൊടുത്തു. അന്ന് ആദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദാമിനോട് പറഞ്ഞു, ഇതെല്ലാം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, നീ ഇതിനെ പേർ ചൊല്ലി വിളിച്ചുകൊള്ളുക. ആദാമിന് അങ്ങനെയാണ്, ഓൾ ആർ അറ്റ് യുവർ ഡിസ്പോസൽ. പക്ഷേ ദൈവം സകലത്തിന്റെ മേലും ആദാമിന് അധികാരം കൊടുത്തുവെങ്കിലും അതിനിടയിൽ ഒരു ക്ലോസ് ദൈവം വെച്ചിരുന്നു. എല്ലാം നിന്റെ കീഴിലായിരിക്കുന്നു, പക്ഷേ ഈ തോട്ടത്തിന്റെ നടുവിലത്തെ വൃക്ഷമാകുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. അങ്ങനെ ഒരു കൽപ്പനയും കൂടി കൊടുത്തിരുന്നു. നമുക്കറിയാം ആദാം പക്ഷേ കൽപ്പന വാഴാനായിട്ട് ദൈവം ഏൽപ്പിച്ചു. പക്ഷെ ആദാം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. He disobeyed God. So ആദാമിന്റെ കോളത്തിൽ അടുത്ത വാക്കാണ് disobedience. ആദാം ഡൊമൈൻഡ്, ആദ്യ ഭാഗത്ത് നിങ്ങൾ എഴുതുക ഡൊമൈൻഡ് ഓവർ all the creation. രണ്ടാമത് he disobeyed God അല്ലെങ്കിൽ disobedience. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ആദാം പാപം ചെയ്തു. He sinned. See, another വാക്ക് വരികയാണ് ആദാമിന്റെ കോളത്തിൽ എഴുതാനായിട്ട്. ആദാം disobeyed, ആദാം sinned. See, ആദാം ദൈവത്തെ ഡിസൊബേ ചെയ്തു, ആദാം പാപിയായി തീർന്നു അല്ലെങ്കിൽ പാപം ചെയ്തു. പിന്നീട് ആദാമിൽ നിന്ന് വരുന്ന ആദാമിന്റെ മക്കളെല്ലാം ബൈ ഡിഫോൾട്ട് പാപികളായി തീർന്നു. അങ്ങനെയാ നാം എല്ലാവരും പാപിയായി തീർന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആദാമിൽ നിന്ന് ജനിച്ചോ നമ്മൾ എല്ലാവരും. അപ്പോ ആദാം പാപിയായതുകൊണ്ട്, ആദാം പാപം ചെയ്തതുകൊണ്ട് ആദാമിൽ നിന്ന് ജനിക്കുന്ന നാം എല്ലാവരും പാപികളായി തീർന്നു. ഹല്ലേലൂയ. അതാണ് അഞ്ചാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദാം പാപം ചെയ്തു, അതിനാൽ ലോകത്തിൽ പാപം വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും പാപികളായി തീർന്നു. നമ്മൾ ആദാം ചെയ്ത ലംഘനം നാം ചെയ്തില്ല, ബട്ട് സ്റ്റിൽ വി ആർ ബോൺ സിന്നേഴ്സ്. ഹല്ലേലൂയ. ദൈവം എന്തിനെയാ ആദാമിനെ ഏൽപ്പിച്ചത്? സകലത്തിന്റെ മേലും വാഴാനാ ആദാമിന് അധികാരം കൊടുത്തത്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദാമിനെ വാഴുന്നത് എന്താ? പാപം. അങ്ങനെയാ. അതുകൊണ്ടാണ് നമ്മളും പാപം വാഴുന്നു. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയുടെ മേൽ sin reigns over. Sin reigns. നമ്മിൽ പാപം വാഴുന്നു. ആദാം ചെയ്ത പാപം ചെയ്തില്ലെങ്കിലും നമ്മൾ നന്മ മാത്രമേ ജീവിതത്തിൽ ചെയ്യുന്നുള്ളൂ എങ്കിലും ക്രിസ്തുവിൽ ഉയരങ്ങളിൽ നിന്ന് ഒരു വ്യക്തി ജനിക്കുന്നില്ല എങ്കിൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിക്കുന്നില്ല എങ്കിൽ എത്ര നന്മ ചെയ്താലും അവൻ പാപിയാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെക്കാളൊക്കെ വളരെയധികം ഫലത്തോടെ നന്നായിട്ട് ജീവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ബുദ്ധന്മാർ, ജൈനന്മാർ, അവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കറിയാം. വളരെ സെറീൻ ലൈഫ്, വളരെ കമ്പോസ്ഡ് ലൈഫ്, ഡിസിപ്ലിൻഡ് ലൈഫാണ് അവര്. പക്ഷേ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുക, അവരും പാപികളാണ്. കാരണം ഈ ലോകത്തിൽ പിറന്ന ഏത് മനുഷ്യജീവിയും പിറക്കുന്നത് ആദാമിന്റെ പാപം പേറിയ.
ആദാമിലൂടെ നമുക്ക് വന്ന പാപത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ കാൽവരി എത്ര വലുതാന്ന് പറയുന്നത്. അതുകൊണ്ടാ കാൽവരി എത്ര ഇമ്പോർട്ടന്റാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആദാമിന്റെ മേൽ സിൻ വാഴുന്നത് കൊണ്ട്, ആദാമിൽ സിൻ വന്നതുകൊണ്ട് he will die. അപ്പൊ അടുത്ത വാക്ക് death. Disobedience, sin reigned, death. Adam is going to die. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ആദാമിൽ നിന്ന് ജനിച്ച നാമും മരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചല്ല. നമ്മൾ ക്രിസ്തുവിലായില്ല എങ്കിൽ നിത്യമായിട്ടുള്ള മരണം നമുക്കുണ്ടാവും. നാമും നിത്യനരകത്തിലേക്ക് പോകും. അതാണ് ഈ വീണ്ടും ജനനം എത്ര ഇമ്പോർട്ടൻ്റാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അത് മനസ്സിലാക്കുന്നവരാ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയവരാ എത്ര കഷ്ടത സഹിച്ചും ഒരാത്മാവിനെ നേടുവാനായിട്ട് ആത്മഭാരമുണ്ടായി പുറപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. അപ്പോ ആദാം പാപം ചെയ്തതുപോലെ ആദാം എന്താ നമുക്ക് നേടിത്തന്നത്? കണ്ടംനേഷൻ, ശിക്ഷ. അടുത്ത വാക്ക് ആദാമിന്റെ കോളത്തിൽ എഴുതിക്കും, കണ്ടംനേഷൻ അല്ലെങ്കിൽ ശിക്ഷ. He brought, he sinned, he received condemnation and he brought us condemnation. നാം എല്ലാവരും ഈ ശിക്ഷയുടെ കീഴിലാണ്. ആദാമിന്റെ പാപം മൂലം നമ്മിലേക്ക് വന്ന ശിക്ഷ. അപ്പൊ എത്ര കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയത്? He reigned over the all the creation, he disobeyed, he sinned, he died, brought us condemnation. ഇത് ഒരു കോളത്തിൽ നിൽക്കുക. അടുത്ത കോളത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഏകൻ. അപ്പൊ ആ സൈഡിൽ നിൽക്കുന്നത് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. കർത്താവ് വാഴുകയാണ്. കർത്താവ് വാഴുന്നത് ഒരു ആത്മീയ കിങ്ഡത്തില, ഒരു സ്പിരിച്വൽ കിങ്ഡത്തില. അവിടെ നിങ്ങൾക്ക് എഴുതാം സ്പിരിച്വൽ കിങ്ഡം. ഹി റെയിൻഡ് ഓവർ സ്പിരിച്വൽ, ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെ രാജാവായിട്ട് വാഴുകയാണ്. ഹല്ലേലൂയ. കർത്താവും വാഴുന്നു, ആദാമും വാഴുന്നു. ആദാം ഓൾ ദ ക്രിയേഷനിൽ വാഴുന്നു. പക്ഷെ കർത്താവ്, ഞാനിത് പറയുമ്പോൾ ഈ ഇന്ന് കാണുന്ന ലോകത്തിന്റെ മേൽ കർത്താവ്, സകലവും കർത്താവിന്റെ കീഴാണ്. നിങ്ങൾ അങ്ങനെ എടുക്കാവുള്ളൂ. ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിലും സകലവും ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, ജീവിക്കുന്ന ദൈവമാകുന്ന യഹോവയാകുന്ന ദൈവത്തിന്റെ കീഴില, അറ്റ് ഹിസ് ഡിസ്പോസൽ. നരകം പോലും കർത്താവിന്റെ കൺട്രോളില്ല, ദൈവത്തിന്റെ കൺട്രോളിൽ അല്ലാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ ഈ ഒരു സ്റ്റഡി മുൻപോട്ട് പോയി അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹി reigns over a spiritual kingdom. ഈ ആത്മീയ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ പ്രത്യേകത, ആ രാജാവിന്റെ വാഴുന്നവന്റെ പ്രത്യേകത, അവൻ പാപം ചെയ്തു, നിർദോഷനാണോ? അല്ല, ദോഷിയായവൻ, അനുസരണക്കേട് കാണിച്ചവൻ. പക്ഷെ ഈ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ഹി ഹാസ് നോ സിൻ, റൈറ്റ്? നോ സിൻ. ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ. ഹി ഹാസ് നോ സിൻ. നിർമ്മലൻ, പവിത്രൻ, നിർദോഷി, പാപം വിട്ടകന്നവൻ, അനുസരണം പഠിച്ച് തികഞ്ഞവൻ. ഇതൊക്കെ കർത്താവിന്റെ കോളത്തിൽ നിങ്ങൾക്ക് എഴുതാം. നിർമ്മലൻ, നിർദോഷൻ, പാപം വിട്ടകന്നവൻ, അനുസരണം പഠിച്ച് തികഞ്ഞവൻ. ഈ രാജാവിന്റെ പ്രത്യേകത ഉണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തു എന്ന രാജാവിന്റെ പ്രത്യേകത, he has no sin. ഹല്ലേലൂയ. അവൻ പവിത്രനാ, അവൻ നിർദോഷനാ, പാപം വിട്ടകന്നവനാ, അനുസരണം പഠിച്ച് തികഞ്ഞവൻ. And he brought us what? Righteousness. He brought us righteousness. ആദാം എന്താ കൊണ്ടുവന്നത്? ശിക്ഷ കൊണ്ടുവന്നു.
ഈ ഏകൻ എന്താ കൊണ്ടുവന്നത്? ഈ ഏകൻ കൊണ്ടുവന്നത് നീതി വിധി കൊണ്ടുവന്നു. നീതീകരണ വിധി എന്നാ ആ വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത്. നീതീകരണ വിധി. He brought us righteousness. Adam brought us condemnation, whereas Jesus Christ brought us righteousness. ആദാം ശിക്ഷാവിധി കൊണ്ടുവന്നു, നമ്മുടെ കർത്താവ് നീതീകരണ വിധി കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആദാം പാപം നമുക്ക് നൽകി, ഈ പാപത്തിന്റെ സകല കെട്ടുകളെയും അൺഡിഡ് ചെയ്തു കർത്താവ് ക്രൂശിൽ. ഹല്ലേലൂയ. അതവിടെ എഴുതാമേ, he undid all damage. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ മേൽ വരുത്തിയ എല്ലാ ഡാമേജസിനെയും അവൻ അഴിച്ചു കളഞ്ഞു. പാപത്താൽ നമ്മുടെ ഉള്ളങ്ങളിൽ നമ്മിൽ വന്ന സകല കേടുപാടുകളെയും ദൈവം അഴിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആദാമിനെ സ്വന്തം മകനായി ദൈവം സൃഷ്ടിച്ചു. അവൻ പുറന്തള്ളപ്പെട്ടു പോയി, മക്കൾ എന്ന പദവിയിൽ നിന്ന് വീണുപോയി. ബട്ട് ജീസസ്, ഈ ഏകൻ, he made us sons of God. ദൈവ മക്കളാക്കി. റൈറ്റ്, sons of, he made us ദൈവ മക്കളാക്കി. We made us all again the sons of God. ഹല്ലേലൂയ. ആദാം ഡെത്ത് കൊണ്ടുവന്നു, പക്ഷെ ജീസസ് ക്രൈസ്റ്റ് ഇറ്റേണൽ ലൈഫ് കൊണ്ടുവന്നു. നമ്മൾ ആ രണ്ട് കമ്പാരിസൺ നോക്കിയേ. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കണം, ഏത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നൊന്നുകൂടെ പറഞ്ഞാൽ, ആദാം രണ്ട് ക്രിയേഷനിലെയും റേഞ്ച് വാണിരുന്നു. ആദാം ഡിസൊബീഡിയൻസ് കൊണ്ടുവന്നു, പാപം ചെയ്തു, പാപം അവന്റെ മേൽ വാണു. He is going to die. He brought us condemnation. ശിക്ഷ കൊണ്ടുവന്നു. പക്ഷെ കർത്താവോ, he reigned over. അവൻ ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെ രാജാവായിട്ട് വാഴുകയാണ്. പാപമില്ലാത്തവൻ, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപം വിട്ടകന്നവൻ, അനുസരണം. He disobeyed, but Jesus obeyed unto his death, and he brought us righteousness. കർത്താവ് അതാ നമുക്ക് കൊണ്ടുതന്നത്. ഹല്ലേലൂയ. ഇതാ എൻ്റെ പ്രിയരെ, ഈ രണ്ട് ഏകന്മാരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇതിനോട് ഏതിനോട് ചേരും? ഇതിൽ ഏതിനോടാണ് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുള്ളത്? ഇതിനോട് ഏതിനോട് വേണമെങ്കിലും ചേർന്ന് നിൽക്കാം. ആദാമിനോട് ചേർന്ന് നിന്നാൽ നീ ശിക്ഷാവിധിയില്ല, യു ആർ ഗോയിങ് ടു ഡൈ. നിങ്ങൾ എങ്ങനെ ഇത് റെഫ്യൂട്ട് ചെയ്താലും ഈ ദൈവത്തിന്റെ വചനം ഇതാ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ പ്രിയരെ, ഉയരങ്ങളിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ കർത്താവ് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളെ കുറിച്ചും ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജോൺ chapter 1 verse 12 to 13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എങ്ങനെയുള്ളവരാ അവര് ദൈവമക്കൾ? എങ്ങനെയുള്ളവരാ ദൈവമക്കൾ? അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഈ ഒരു ജനനത്തെ കുറിച്ചാ ഞാൻ പറയുന്നത്. ഇതിനെയാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇതാണ് യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തില് 3-ാം അധ്യായത്തില് നിക്കോദേമോസിനോട് നമ്മുടെ കർത്താവ് പറയുന്നത്, നിക്കോദേമോസെ, നീ പരീക്ഷ പ്രമാണിയാ,
നീ ശാസ്ത്രീയ, നീ പ്രമാണങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്നവനാ, പ്രമാണിക്കുന്നവനാ, ബട്ട് സ്റ്റിൽ നീ വീട്ടിൽ ജനിക്കണം. ഉയരങ്ങളിൽ നിന്നുള്ളൊരു ജനനമുണ്ട് പ്രിയരെ, അതില്ലാതെ നമ്മൾ കടക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെയാ അപ്പൊ എനിക്കത് മനസ്സിലാവുക? അതെങ്ങനെയാ? ഹല്ലേലൂയ. നാം എപ്പോൾ നമ്മുടെ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞ് ആ കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ഉള്ളം കൊണ്ട്, വാ കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, പക്ഷെ വാ കൊണ്ടല്ല, ഉള്ളം കൊണ്ടൊരു തീരുമാനം എടുക്കുമ്പോൾ യു ആർ ബോൺ അഗെയിൻ. ഇത് ദൈവം തരാതെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. വാ കൊണ്ട് പറയാം, ഉള്ളത്തിൽ നിന്ന് വരില്ല. എന്നെ പറ്റിക്കാം, വീട്ടുകാരെ പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം, സഭയെ പറ്റിക്കാം, തന്നെ പറ്റിക്കാനും പറ്റത്തില്ല, ദൈവത്തെയും പറ്റിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം സത്യം എന്താ. ഈ ഒരു തീരുമാനത്തെയാ വീണ്ടും ജനനമെന്ന്. അതാണ് നമ്മള് പരസ്യമായി സ്നാനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഐ ആം നോ മോർ ബിലോങ് ടു ദാറ്റ് വേൾഡ്. ആദാമിന്റെ ആദാം പ്രഭുവായിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, ആദാം വാഴുന്ന ഒരു ലോകമുണ്ടോ, ഐ നോ മോർ ബിലോങ് ടു ദം. ഐ ബിലോങ് ടു ജീസസ് who reigns over the spiritual kingdom. ഇത് വിളിച്ചു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദർ ഈ ഭാഗം വായിച്ചിട്ട് കുക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർക്കണമല്ലോ. വചനം കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് പോകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. കാരണം കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 1 Corinthians അതിന്റെ 15-ാമത്തെ അധ്യായം അവിടെ 15-ാം അധ്യായം മുഴുവനും കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. കാരണം the resurrection of Jesus Christ is അതാണ് നമ്മുടെ ആണിക്കൽ, അടിസ്ഥാനം, ഫൗണ്ടേഷൻ. അതാ വിശ്വാസത്തിലെ കർത്താവിന്റെ ഉയർപ്പ്. ആദാമിന്റെ എല്ലാ പ്രവർത്തികളെയും മരണത്തിന് വിധേയപ്പെടുത്തിയിട്ട് ആ മരണത്തിൽ നിന്ന് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ ഉയർപ്പിനെ കുറിച്ചാണ് കർത്താവ് അപ്പോസ്തലനായ പൗലോസ് 15-ാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കേട്ട കൊറിന്ത്യയിലെ സഭ ചോദിച്ചു, ബ്രദർ അപ്പോസ്തലനെ ഈ ഉയർപ്പിന് ഇത്ര പ്രാധാന്യമുണ്ടോ? Is that important? Resurrection. നാമും അതുപോലെ ഉയർക്കുമോ? നമ്മളും അതുപോലെ ഉയർക്കുമോ അപ്പോസ്തലനെ? ഇങ്ങനെ ഒരു സംശയം കൊറിന്ത്യയിലെ സഭ അപ്പോസ്തലനോട് ചോദിച്ചപ്പോ അപ്പോസ്തലൻ അതിന് കൊടുക്കുന്ന മറുപടിയാ 15-ാം അധ്യായം. നമുക്ക് ആ അധ്യായം മുഴുവനും വായിക്കാനായിട്ട് സമയമില്ല. നമുക്കതിൻ്റെ ഏതാനും ചില വാക്യങ്ങൾ, 21, 22 വാക്യങ്ങൾ ഒരാളെന്നുറക്കെ വായിച്ചിട്ട്. നിങ്ങൾ കോളം വിടരുതേ. കൊരിന്ത്യ ലേഖനം കോളത്തിന്റെ 15-ന്റെ 21 എഴുതിക്ക്, അവിടെ 21, 22 എഴുതിക്ക്. എന്നിട്ട് താഴെ നോക്കിക്കേ, ആ വായിക്കുന്നത് മനുഷ്യൻ മൂലം മരണമുണ്ടായി. ഇത് ഏത് മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആദാം. റോമാലേഖനത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ മൂലം ആദാം brought us death. ആദാം മരണം കൊണ്ടുവന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ഇവിടെ പറയുന്നത് റിസറക്ഷൻ. ഇതാര് മൂലം ഉണ്ടായതാ? രണ്ടാമത്തെ ആദാം. അതാരാ? യേശു ക്രിസ്തു. ആദാം brought us death, Jesus brought us resurrection. പുനരുത്ഥാനം. ഹല്ലേലൂയ. കോളം ഇടാ, നിങ്ങൾ അതോടെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്കത് കമ്പാരിസൺ കൂടുതൽ അതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത വാക്യം, ആദാമിൽ എല്ലാവരും will go to eternal death. പക്ഷെ ക്രിസ്തുവിൽ we remain, live our life. നമ്മള് ജീവനിൽ അല്ലെങ്കിൽ ജീവിക്കും ക്രിസ്തുവിൽ. അപ്പോസ്തലൻ അവരോട് പറയുകയാ. ഈ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെ കിടക്കുന്ന ആ പാരലൽ ടീച്ചിങ് തന്നെ ഇവിടെയും പറയുന്നത്.
ആദാമിൽ മരണം, ക്രിസ്തുവിൽ ഉയർപ്പ്. ആദാമിൽ മരണം, ക്രിസ്തുവിൽ ജീവൻ. ഹല്ലേലൂയ. അത് നിങ്ങൾ വാക്യങ്ങൾ തുടർന്ന് നിങ്ങൾ മുമ്പോട്ട് പോയി വായിക്കണം. 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 15-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ആദാമിൽ നമുക്ക് കിട്ടിയ ശരീരം എന്താ? പ്രാകൃത ശരീരം. പ്രാകൃത ശരീരമാ നമുക്ക് ആത്മാവിൽ നമുക്ക് ആദാമിൽ കിട്ടിയത്. ജഡത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന്, പുരുഷന്റെ ഇച്ഛയിൽ നിന്ന് ലഭിച്ചത് പ്രാകൃത ശരീരം. പക്ഷെ രണ്ടാമത്തതോ, ആത്മീക ശരീരം ഉയർക്കുന്നു. ആത്മീക ശരീരം, ഈ പ്രാകൃത ശരീരവും ആദാമിൽ നിന്ന് ജനിച്ച ശരീരം ഉണ്ടല്ലോ, അത് മണ്ണിൽ നിന്നുണ്ടായതാ. അത് മണ്ണിലേക്ക് തന്നെ. പക്ഷെ ആത്മീക ശരീരം അങ്ങനെയല്ല. അത് രൂപാന്തരപ്പെടും. അത് രൂപാന്തരപ്പെടും. അതാ ഉയർക്കുന്നു എന്ന് പറഞ്ഞാൽ. അത് രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. 44 ഒന്നുകൂടെ വായിച്ചു. 44-ാമത്തെ വാക്യം. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. 45-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാലോ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി. നമുക്ക് ആദാമിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്നറിയാവോ? ജീവനുള്ള ദേഹിയാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ എന്താ? എ ലിവിങ് സോൾ. അതായത് പ്രാണന ആത്മാവിൽ അല്ലെങ്കിൽ ആദാമിൽ നമുക്ക് സജീവമായത് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ സോൾ. അത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതിന്റെ അടുത്ത വാക്യം വായിക്കും, നമുക്ക് മനസ്സിലാവും. ആ വായി കണ്ടിന്യൂ ചെയ്ത് സിസ്റ്ററെ. ഒടുക്കത്തെ ആദാം അവിടെ പറയുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവ്. ആദാമിൽ എനിക്ക് ലഭിച്ചത് എന്റെ പ്രാണന്റെ ജീവനാണ്. പക്ഷേ എന്റെ ആത്മാവിന്റെ ജീവൻ എവിടെ കിട്ടുന്നറിയോ? ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ആദാമിൽ എന്റെ ആത്മാവിന് ജീവനില്ല, പക്ഷെ എന്റെ പ്രാണന് ജീവൻ. പ്രാണൻ ആത്മാവ് രണ്ടും രണ്ടാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ മൂക്കി കൂടെ കിടന്ന ശ്വാസം അല്ലെങ്കിൽ ആ ടിക് 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 അടി. പക്ഷെ എന്റെ ആത്മാവ് സ്പിരിറ്റ്. ആത്മാവ് മരിക്കുന്നുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ആത്മാവ് അവസാനം ക്രിസ്തുവിലല്ല എങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകും. അവിടെ മരണം ഇല്ല കേട്ടോ. അവിടെ മരണമെന്ന് പറയാൻ അപ്പസ്തോലൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത, ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. മരണത്തിന് ശേഷം നരകത്തിൽ പോയാലും സ്വർഗത്തിൽ പോയാലും നിത്യതയാണ്. അതുകൊണ്ട് ഒരു മരണത്തിൽ നമ്മൾ മരണ അനന്തര ചടങ്ങുകൾ സംസാരിക്കാൻ പോകുമ്പോൾ എൻ്റെ ആന്റി അല്ലെങ്കിൽ എൻ്റെ വല്യപ്പൻ നിത്യതയിൽ ചേർത്തു എന്ന് പറയുക. കാരണം നമുക്കറിയില്ല നിത്യ നരകത്തിലാണോ നിത്യ സ്വർഗത്തിലാണോ നിത്യജീവനിലേക്കാണോ. നിത്യത രണ്ടുപേരും നിത്യതയിൽ ചേർന്നു, പക്ഷെ എങ്ങോട്ടാന്നുള്ളത് ദൈവത്തിന് അറിയാവുള്ളൂ, നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പം 45-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചാല്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. കാരണം ജീവൻ നമ്മുടെ പ്രാണന് ജീവൻ തന്നു. ഒടുക്കത്തെ ആദാം, അതായത് ക്രിസ്തു, ജീവിപ്പിക്കുന്ന ആത്മാവായി. ക്രിസ്തു ആണ് നമുക്ക് ആത്മാവിന് ജീവൻ നൽകിയത്, നമ്മുടെ സ്പിരിറ്റിന് ജീവൻ നൽകിയത്, സ്പിരിറ്റിനെ ലിവിങ് ആക്കിയത്, ഇറ്റേണലി ലിവിങ് ആക്കിയത് ക്രിസ്തുവാണ്. രണ്ട് കോളത്തിൽ വീണ്ടും വീണ്ടും പോയിന്റ്സുകൾ കയറി വരിക. 47-ാം വാക്യം ഒന്ന് വായിച്ചാലോ. പറഞ്ഞ ഒന്നാമത്തെ മനുഷ്യൻ മണ്ണ്, ഭൂമിയിൽ നിന്നുള്ളവൻ. കർത്താവ് പറയുന്നില്ലേ തന്റെ പരസ്യത, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവൻ, ഞാനോ ഉയരത്തിൽ നിന്നുള്ളവൻ. അതാ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിച്ചു.
ഞാനോ ഉയരങ്ങളിൽ നിന്നുള്ളവൻ. അതുകൊണ്ടാ നിങ്ങൾക്ക് ഞാൻ ഉയരങ്ങളിൽ നിന്നായതുകൊണ്ട് ആകുന്നവനാകുന്നത് പോലെ നിങ്ങളും ഉയരങ്ങളിൽ നിന്ന് ജനിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്നുള്ള ജീവൻ പ്രാപിക്കും. നിങ്ങളും അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ജനിക്കണം. അങ്ങനെ നിങ്ങൾ എന്നോട് അനുരൂപരാകണം, സ്വരൂപരാകണം. കർത്താവ് സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ഇവിടെ 47 പറയുക, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, അത് മണ്ണോട് ചേരും. മണ്ണിൽ നിന്നൊന്ന് മണ്ണോട് ചേരും. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ. ഉയരങ്ങളിൽ നിന്ന് ജനിച്ചെങ്കിലേ എൻ്റെ പ്രിയരെ നമ്മള് ആ സ്വർഗത്തിൽ നിന്നുള്ളവനായ സ്വർഗീയന്മാരെ പോലെ ആവുകയുള്ളൂ. എൻ്റെ പ്രിയരെ, നമ്മൾ എത്ര ഇതിനെ റെഫ്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ സാധൂകരിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ മനസ്സിലുള്ള ചിന്തകളെ സാധൂകരിക്കാൻ എത്ര ആശയങ്ങൾ കൊണ്ടുവന്നാലും വചനം മാറാതെ നിലനിൽക്കുക. ഇതിങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ നമുക്കതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. വചനം ഇതാ പഠിപ്പിക്കുന്നു. ഈ ഒരു ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനമുണ്ട്. അപ്പോ ഉടനെ ഒരു സാധാരണ ചിന്തയിൽ ചിന്തിക്കും, ബ്രദറെ സഭ മാറുന്നതാണോ ഉയരത്തിൽ നിന്നുള്ളത്? No. Who told you? സഭ മാറുന്നതൊന്നുമല്ല ഉയരത്തിൽ നിന്ന് ജനനം. സഭയോട് ചേരുന്നതാ ഉയരത്തിൽ നിന്നുള്ള ജനനം. മനസ്സിലായി? സഭ എന്താ? ക്രിസ്തുവിന്റെ ശരീരം. ഉയരങ്ങളിൽ നിന്ന് ജനിക്കുമ്പോഴാ നീ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാവുന്നു. അപ്പോഴാ സഭയാവുന്നു. അല്ലാത്തതെല്ലാം ഇവിടെ കാണുന്നതാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പെന്തക്കോസ്റ്റ് ആയാലും കത്തോലിക്ക ആയാലും യാക്കോബയായാലും മാർത്തോമയായാലും എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹല്ലേലൂയ. ബ്രദറെ, ആഭരണം കളയുന്നതാണോ വീണ്ടും ജനനം? നോ നോ നോ. ഹൂ ടോൾഡ് യു? ആരാ പറഞ്ഞത്? അതൊന്നും അല്ല വീണ്ടും ജനനം. ഉയരങ്ങളിൽ നിന്നുള്ള ജനനം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ട് ഉള്ളങ്ങളിൽ നിന്ന് നമുക്കൊരു ഒരു 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 വെളിപ്പാട് അല്ലെങ്കിൽ ഒരു ഉൾപ്രേരണ ഉണ്ടാവും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ മരിക്കേണ്ടി. എൻ്റെ മൂത്ത 2 മക്കളുടെ സ്നാനമായിരുന്നു ഞങ്ങളത്തോളം പോയപ്പോൾ തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ പാസ്റ്റർ എബിയേരുവിൻ്റെ വീട്ടിൽ കാണാനായിട്ട് പോയപ്പോൾ തന്നെ മക്കളുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. അപ്പം മക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സർവശക്തനായ ദൈവം ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കത്തില്ലേ? എന്തിനാ ദൈവം മനുഷ്യവേഷം ധരിച്ച് ദാസവേഷം ധരിച്ച് ഭൂമിയിൽ വന്ന് കാൽവരി യാഗമാക്കപ്പെട്ടത്? വൈ? എന്തുകൊണ്ടാ ഈ കാൽവരി മരണം വേണ്ടിയിരുന്നത്? ഹല്ലേലൂയ. അതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബിക്കോസ് അവർ ഗാഡ് ഈസ് എ റൈച്ചസ് ഗാഡ്. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. മുൻപോട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആ ഒരു വീണ്ടും ജനനമാ ഈ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്, അല്ലാതെ പുറത്തുള്ള മാറ്റങ്ങളൊന്നും അല്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്നും അല്ല എൻ്റെ പ്രിയരെ. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ എന്താ? ഞാൻ ക്രിസ്തുവിലാകുന്നതാ വീണ്ടും ജനനം. എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന്റെ പ്രമാണത്തിനനുസരിച്ച് ക്രമപ്പെടുത്തി കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുത്ത് അതിനനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്തുമ്പോൾ അതാണ് വീണ്ടും ജനനം. അത് എൻ്റെ ശക്തിയാൽ എനിക്ക് സ്ഥിരതയോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറ്റും കുറഞ്ഞാണ് ഞാനത് വാക്ക് ഉപയോഗിച്ച് സ്ഥിരതയോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ കുറച്ചു നാളൊക്കെ കൊണ്ടുനടക്കാം, പിന്നെ നമ്മൾ വിട്ടുപോകും. പക്ഷെ ഇത് ഉള്ളങ്ങളിൽ വന്നിട്ടോ നമുക്ക് പറ്റണമെങ്കിൽ, നേരത്തെ അങ്കിള് പറഞ്ഞ പോലെ, ജെയിംസ് അങ്കിള് പറഞ്ഞ പോലെ, നമുക്ക് ഇടയ്ക്കൊരു വീഴ്ചയൊക്കെ പറ്റും. ഇടയ്ക്ക് ആ ദീപമൊക്കെ ഒന്ന് മങ്ങിപ്പോകും. ശരിക്കും വീണ്ടും ജനിച്ചവനാണെങ്കിൽ ആത്മാവോടും അവൻ കത്തി എഴുന്നേറ്റ്. ഈ ഗ്രാഫ് ഇങ്ങനെ പോകും. ഇതിങ്ങനെ ഇങ്ങനെയാ.
അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ നല്ല പീക്കിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ ദൈവം എന്തുകൊണ്ടാ ഭാര്യയെയും ഭർത്താവിനെയും അല്ലെങ്കിൽ പുരുഷനെയും സ്ത്രീയും ഒന്നിച്ച് കുടുംബമാക്കി വെച്ചിരിക്കുന്നത്? ഇവരൊന്നിച്ചു നിന്ന ഇത് ഈ ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവനിലേക്ക് വളരുന്നത്. ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ചിലപ്പോൾ ഭർത്താവ് ഡൗൺ ആവുമ്പോൾ ഭാര്യ താങ്ങും, ചിലപ്പോൾ ഭാര്യ ഡൗൺ ആവുമ്പോൾ ഭർത്താവ് താങ്ങും. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്, രണ്ടുപേരുടെ ഒന്നിച്ച. അതുകൊണ്ട് ആ കുടുംബം എത്ര ഇമ്പോർട്ടൻ്റാ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെയും പോകുമല്ലോ. 48-ാമത്തെ വാക്യം വായിച്ചാൽ, 48 കൊരിന്ത്യ ലേഖനം 15:48. സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുന്ന, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചെങ്കിൽ വീണ്ടും ജനിച്ച മക്കളാണെങ്കിൽ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്, അവന്റെ പ്രോമിസാണ്. വി വിൽ. നമുക്ക് അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. ഹല്ലേലൂയ. 49-ാം വാക്യം ഒന്ന് വായിച്ചാലോ. ഹല്ലേലൂയ. അതിന് ബ്രദറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാ കണ്ടേക്കുന്നത്? നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഈ സ്വർഗത്തിലുള്ളതിനെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട വ്യക്തിയാ. ആ കണ്ടവനാ, അനുഭവിച്ചവനാ, അറിഞ്ഞവനാ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്തം. അതുകൊണ്ട് ഡൗട്ട് നമുക്ക് ഒരു കാരണവശാലും വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ ആദാമിന്റെ പ്രതിമ ധരിച്ചതുപോലെ ക്രിസ്തുവിലായാൽ സ്വർഗീയന്റെ പ്രതിമയും നിങ്ങൾ ധരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഹാവ് ടു ഡിസൈഡ്. നമ്മൾ തീരുമാനിക്കണം, എനിക്ക് ആരുടെ കൂടെ നിൽക്കണം, എനിക്ക് ആരോട് ചേരണം. ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നു അതായിരിക്കും എൻ്റെ പ്രിയരെ നമ്മുടെ അന്തവും അവസാനവും. ഹല്ലേലൂയ. നമുക്ക് ആ റോമാലേഖനത്തിലേക്ക് വേഗം ഒന്ന് തിരിച്ചു വന്നാൽ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വായിച്ച ആ ഭാഗം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ, അവിടെ ആ ഭാഗത്തിലെ വാക്യങ്ങളോട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാല്, കോളത്തിലേക്ക് വന്നാൽ ആദാം യേശു അല്ലേ. 5:15 വായിച്ചേ. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ, ആ വാക്യം എന്താന്ന് മനസ്സിലായോ? ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഇത് 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നാല് 16-ാം വാക്യത്തിൽ ഏകൻ പാപം ചെയ്ത് ഫലത്തിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. അതെന്താ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അതെന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, ആദാം പാപം ചെയ്തത് മൂലം ബൈ ഡിഫോൾട്ട് നമ്മൾ പാപികളായി തീർന്നിരിക്കുക. പക്ഷേ കർത്താവ് കാൽവരിയിൽ നമുക്ക് തന്ന കൃപ ബൈ ഡിഫോൾട്ട് വരില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മിലേക്ക് വരില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആദാം പാപം ചെയ്തു, ആദാമിൽ നിന്ന് ജനിച്ചതുകൊണ്ട് നമ്മൾ എല്ലാവരും പാപികളായി തീർന്നു. പക്ഷേ ക്രിസ്തു കാൽവരിയിൽ നമുക്ക് തുറന്ന ആ ജീവന്റെ വഴി, അത് ഇപ്പൊ ഞാന് കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റെടുത്തു. എൻ്റെ മക്കള്, ഞാൻ അങ്ങനെ ഏറ്റെടുത്തൊരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ മക്കളും അതുപോലെ അതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരില്ല. അതാ രണ്ടും ഒരുപോലെയല്ല എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വലാ. നമ്മളൊരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ നമ്മിലേക്ക് വരികയുള്ളൂ. പാപത്തിന് നമ്മള് പാപികളാകാനായിട്ട് നാം ഇനി ഒരു സ്റ്റെപ്പ് കൊടുക്കണ്ട. നമ്മളിപ്പോ ആയിരിക്കുന്ന പോലെ അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആദാമിന്റെ പാപത്തിന്റെ നമ്മളിപ്പോ എന്തായിരിക്കും അതുപോലെ അയച്ചാൽ മതി. പക്ഷെ ഈ കൃപയിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം. അതാ രണ്ടും ഒരുപോലെയല്ല നമ്മുടെ എഴുതി വെച്ചിരിക്കുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ, അതാരുടെ? ആദാമിന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ലംഘനം മരണം. രണ്ടാമത്തതോ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം
കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആദാം നമുക്ക് ലംഘനം കൊണ്ടുവന്നു, കർത്താവ് നമുക്ക് കൃപാവരം കൊണ്ടുവന്നു. അടുത്ത വാക്ക് നമുക്ക് എഴുതാവുന്ന ആദാമിന്റെ കോളത്തിൽ ലംഘനം. 5:15 റെഫറൻസ്. യേശു കർത്താവ് കൃപാവരങ്ങൾ കൊണ്ടുവന്നു. 16 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേകം ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണത്തിന് ഹേതുവായി തീർന്നു. ആദാമിന്റെ കോളത്തിൽ പാപം നമുക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിന്റെ യേശു കർത്താവിന്റെ കോളത്തിൽ നമുക്ക് എഴുതാം പാപമോചനം കൊണ്ടുവന്നു. അതാ 16 വാക്യം നമ്മൾ വായിക്കുന്നത്. പാപം ആദാമിന്റെ ലംഘനത്താൽ പാപം നമ്മിൽ വന്നു, കർത്താവിന്റെ കൃപയാൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. 19 വാക്യവും അത് തന്നെയാണ് വായിക്കുന്നത്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഹല്ലേലൂയ. ലംഘനത്താൽ മരണം വന്നു, ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. ക്രിസ്തുവിന്റെ കൃപയാൽ ദൈവം നമ്മളെ നീതീകരിക്കുന്നു, അനേകർ നീതീകരിക്കപ്പെടുന്നു. അതിന്റെ ആ വ്യാപ്തിയും കൂടെ അവിടെ എഴുതിയിരിക്കുക 19 വാക്യത്തിൽ. 17 നമ്മൾ വേഗം പോകുന്ന സമയം തുറന്നുകൊണ്ട് 17 വാക്യത്തിലേക്ക് വന്നാൽ, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തമാണു, എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആദാമിനാൽ നമ്മിൽ മരണം വന്നു, ക്രിസ്തുവിനാൽ നമുക്ക് ജീവൻ വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 18 വാക്യത്തിൽ നാം വായിക്കുന്നത്, 18 വായിക്കുന്നത്, ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. ആദാമിനാൽ നമുക്ക് കണ്ടമിനേഷൻ അല്ലെങ്കിൽ ശിക്ഷാവിധി വന്നു. ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. കണ്ടംനേഷൻ ഇൻ ആദം, ആദാമിൽ നമുക്ക് ശിക്ഷയും ക്രിസ്തുയേശുവിൽ നമുക്ക് നീതീകരണവും. ഹല്ലേലൂയ. 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 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതിന്റെ 20-21 വാക്യോട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. 5:20-21. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു. അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു. അതെന്താ അവിടെ അർത്ഥമാക്കുന്നത്? 2ാമത്തെ വാക്യം നോക്കിയേ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. 20-ാമത്തെ വാക്യത്തിൽ പറയുക, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും. അവിടെ പറഞ്ഞിരിക്കുന്നത് ലംഘനം മോശ വഴി നമുക്ക് ലഭിച്ച ന്യായപ്രമാണം ലഭിക്കുന്നതുവരെ ലംഘനത്തെ അളന്നു നോക്കുവാനായിട്ടുള്ള ഒരു അളവ് തോതില്ലായിരുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പാപങ്ങളെ അളന്നു നോക്കുവാനായിട്ടുള്ള അളവ് തോതില്ലായിരുന്നു. അളവ് തോത് വന്നത് ന്യായപ്രമാണം വന്നപ്പോഴാണ്. ന്യായപ്രമാണമാ നമ്മളോട് പറഞ്ഞു തന്നത് ഇത് പാപമാ എന്ന്. അതിന് ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. 3-ാം അധ്യായം നോക്കിക്കേ. 3:20 ഒന്ന് നോക്കിക്കേ. 3:20. അതാ പാപത്തിന്റെ പരിജ്ഞാനം. പാപമാണെന്നുള്ളൊരു പരിജ്ഞാനമാണ് ന്യായപ്രമാണം തരുന്നത്. അപ്പൊ ന്യായപ്രമാണം വെച്ച് നോക്കുമ്പോൾ അറിയാം ഞാൻ എത്രത്തോളം പാപം ചെയ്തു, ഞാൻ എത്രത്തോളം പാപിയാണ് എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ അങ്ങനെ ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. അപ്പോ ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നതുപോലെ വേറൊരു സാധനം കൂടെ ഇടയിൽ വന്നു ചേർന്നു. അതെന്താ പറയാം? കൃപ. ക്രിസ്തുവിനാലുള്ള കൃപ, അതും ഇടയിൽ വന്നു ചേർന്നതാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നതുപോലെ പാപത്തിന്റെ വർധനവ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തന്നതുപോലെ കർത്താവ് കാൽവരിയിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് വന്നത് തീരാത്ത, ഒട്ടും തീർന്നു പോകാത്ത കൃപയുടെ നിറകുടമായ കർത്താവും നമ്മുടെ നീതിക്കായിട്ട്, നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട്, നമ്മുടെ നിത്യജീവനായിട്ട് ഇടയിൽ വന്നു ചേർന്നു. ന്യായപ്രമാണം അന്ന് ഇടയിൽ വന്നു ചേർന്ന പോലെ ഇപ്പോൾ കൃപായുഗത്തിൽ കർത്താവും ഇടയിൽ വന്നു ചേർന്നു.
ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്ത് ഈ സമയത്ത് നമുക്ക് ജീവിക്കാനായിട്ട്, ജനിക്കുവാനായിട്ട് സാധിച്ചത് എത്ര ഭാഗ്യമായ എൻ്റെ പ്രിയരെ, എത്ര ഭാഗ്യമാ. ഹല്ലേലൂയ. പക്ഷെ ഈ കൃപയുടെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ സംസാരിച്ചു, ഈ കൃപയുടെ ഇത് എപ്പോഴും കൃപയാണല്ലോ, അതുകൊണ്ട് എന്തോ എനിക്ക് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. ഈ കൃപയുടെ വാതിൽ ഒരു ദിവസം അടയും. അതാണ് ലിനുബ്രദർ എന്നോട് പറഞ്ഞു. അതുപോലെ അങ്ങനത്തെ ഒരു പാട്ടുണ്ടത്, കൃപയുടെ വാതിൽ അടയുന്നത്. കൃപയിൻ വാതിൽ അടയുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തിയോണേ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വേഗം അവസാനിപ്പിക്കാം, തീർന്നല്ലോ. ആ 5-ന്റെ-1 വായിച്ചു. 5-ന്റെ-1 വായിക്കുന്നല്ലേ? വായിച്ചു. അല്ല, അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. പിന്നെ അവൻ മരിച്ചു. 8-ാമത്തെ വാക്യം നോക്കി. പിന്നെ അവൻ മരിച്ചു. 16-ാം വാക്യം നോക്കി. ആദാമിന്റെ പാരമ്പര്യത്തിൽ എല്ലാവരും മരിച്ചു. ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ നോക്കിയാല് ഈ ആദാമിന്റെ പാരമ്പര്യത്തിലുള്ള എല്ലാവരും മരിച്ചു 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 മരിച്ചു. ക്രിസ്തുവിന്റെ പാരമ്പര്യം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. അത് നോക്കിയല്ലോ, മത്തായി 1-1 നോക്കി. കൃപയുടെ പാരമ്പര്യം 1-1 നോക്കിയാല് നിങ്ങൾ വായിക്കണ്ട, മുമ്പോട്ട് നോക്കിയല്ല, ജനിപ്പിച്ചു 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 എന്നാണ്. അപ്പോ ബ്രദറെ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അബ്രഹാമിനെ കുറിച്ച് നിങ്ങൾ അവിടെ വായിച്ചു നോക്കൂ. അവിടെ എങ്ങനെ എഴുതിയേക്കണെന്നറിയോ? അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ അവരുടെ പ്രാണനെ വിട്ട് ദൈവത്തിന്റെ ജനത്തോട് ചേർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയുണ്ടെങ്കിൽ യാക്കോബിന്റെ കാര്യത്തിൽ, അബ്രഹാമിന്റെ കാര്യത്തിൽ പ്രാണനെ വിട്ട് ദൈവത്തിന്റെ ജനത്തോട് ചേർന്നു, ദൈവത്തിന്റെ ജനത്തോട് ചേർന്നു, ദൈവത്തിന്റെ ജനത്തോട് ചേർന്നു. ആദാമിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മരിച്ചു മരിച്ചു മരിച്ചു. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ഹല്ലേലൂയ. ഈ ആദ്യ മരണവും അതെല്ലാവർക്കും ഉണ്ടാവും, ഈ ദേഹിയുടെ മരണം. ഈ 2-ാം മരണമാകുന്ന നിത്യമരണത്തിലേക്ക് പോകണമെന്നാണോ ആഗ്രഹം? അതോ ആദ്യ മരണത്തിന് ശേഷം എന്നേക്കും ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം? എൻ്റെ പ്രിയരെ, നിങ്ങൾ രണ്ടു പേരെയും നമ്മൾ പരിചയപ്പെട്ടല്ലോ, ഈ 2 ഏകന്മാരെയും പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ ആ റോമാലേഖനം 5-12 മുതൽ 21 വരെയും വീട്ടിൽ പോയി ഒന്നുകൂടെ വായിക്കണം. കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായവും വായിക്കണം. നിങ്ങൾ തീരുമാനിക്കണം, എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്തിനാ ആഗ്രഹിക്കുന്നത്, എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്, നിത്യതയിലേക്ക് പോകണോ? ഹല്ലേലൂയ. ഈ ലോകവും ഇതിന്റെ മോഹവും. ഞങ്ങൾ കഴിഞ്ഞ ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു അങ്കിളിന്റെ വീട്ടിൽ പോയപ്പോൾ അങ്കിളിനെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീട്. അവിടെ ഒരു പ്രായം ചെന്ന് വല്യപ്പം മാത്രമേ ജീവിക്കുന്നുള്ളൂ. അപ്പൊ അങ്കിൾ ഒരു ദിവസം, ഞാൻ പോയി താമസിച്ച വീട്ടിൽ അങ്കിൾ ഒരു ദിവസം ഒരു പേപ്പർ എടുത്ത് അവരുടെ അറബിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഈ വല്യപ്പം വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നിങ്ങളുടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ല ഈ ഞങ്ങളുടെ പറമ്പ് എന്ന് പറഞ്ഞു വളരെ വൃത്തിയായിട്ട് ആ പറമ്പും വീടൊക്കെ സൂക്ഷിക്കുന്നു. 2 മാസം മുമ്പ് ആ വല്യപ്പൻ ഒരു ഗോവണി വെച്ച് തട്ടേ കയറി ഗോവണി പുറകോട്ട് മറിഞ്ഞു വീണ് തലയിടിച്ചു മരിച്ചു. ഇന്ന് ആ വീടും ആ പറമ്പും ആരുമില്ലാതെ അനാഥമായി കിടക്കും. അതിനെ നോക്കാനോ? ഇത്രയേ ഉള്ളൂ ഈ ലോകത്തില്. നമ്മൾ ഈ കൂട്ടി വെക്കുന്നതും ഈ എത്തിപ്പിടിച്ചിങ്ങനെ വലിയ പൊന്നുപോലെ കൊണ്ട് കിടക്കുന്നതൊക്കെ നമ്മുടെ മരണശേഷം വല്ലവരും കൊണ്ടുവരും, ചിലപ്പോൾ അനാഥമായിട്ട്. നമ്മുടെ നിത്യതയും നമ്മുടെ ജീവനും നമ്മുടെ പ്രാണനും നമ്മൾ കാത്തില്ലെങ്കിൽ, അതിനു വേണ്ടി കരുതിയില്ലെങ്കിൽ എൻ്റെ പ്രിയരെ കൈവിടപ്പെട്ടു പോകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പ്രിയ ലിനു